മലയാളത്തിലെ ദാമ്പത്യം തകർന്ന 100ഓളം താരങ്ങളും കാരണങ്ങളും. താരദാമ്പത്യം വിജയിപ്പിച്ചെടുക്കുക ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. ഇഴുകിച്ചേർന്ന് ഒരാൾ മറ്റൊരാളോടൊപ്പം അഭിനയിക്കുന്നത് നടനായാലും നടിയായാലും സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ജീവിച്ച ചുറ്റുപാടുകൾ മാറ്റാൻ കഴിയാത്തതുകൊണ്ട് സെലിബ്രിറ്റിക്ക് കിട്ടുന്ന ആദരവ് പിടിച്ചുപറ്റാൻ വേണ്ടി പാതി കണ്ണടയ്ക്കുകയല്ലാതെ നിവൃത്തിയില്ല. ഇത് പറയുമ്പോൾ മാതൃകയായി ജീവിക്കുന്ന താരങ്ങളോട് 100% ബഹുമാനവും പുലർത്തുന്നുണ്ട്. 100ഓളം താരദാമ്പത്യമാണ് തകർന്നു തരിപ്പണമായതും തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നതും. ഏറ്റവും ജനശ്രദ്ധ നേടിയ വേർപിരിയൽ മഞ്ജു വാര്യർ ദിലീപ് എന്ന ജനപ്രിയ താരങ്ങളുടേതായിരുന്നു. ദിലീപ് കാവ്യയെ കെട്ടിയെങ്കിലും കാവ്യയും ഒരാളെ മുമ്പ് വിവാഹം കഴിച്ചിരുന്നു. ആ ബന്ധം വേർപെടുത്തിയാണ് ദിലീപിനെ കാവ്യ കെട്ടിയത്. അധികമാരും അറിയാത്ത ഒരു വിവാഹവും വിവാഹമോചനവുമായിരുന്നു മഞ്ജു പിള്ളയുടെയും മുകുന്ദൻ മേനോന്റെയും. എന്നാൽ പ്രിയങ്ക നായർ ഭർത്താവിനെ ഒഴിവാക്കിയത് തന്റെ നഗ്നചിത്രങ്ങൾ ഇന്റർനെറ്റിലൂടെ പുറംലോകത്തേക്ക് വിട്ടതിനായിരുന്നു. അവനെ പിന്നെ ഒഴിവാക്കുകയല്ലാതെ എന്തു ചെയ്യാനല്ലേ? ആ മഹാൻ ലോറൻ റാമായിരുന്നു. 1996 രോഹിണിയും രഘുവരനും ഒന്നായെങ്കിലും ആ മഹാപ്രതിഭകൾ 2004 വേർപിരിഞ്ഞു. ഒറ്റ വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ചത് മമത മോഹൻദാസ് ആയിരുന്നു. അവർ തന്റെ ഭർത്താവിനോട് പ്രജിത് പത്മനാഭനോട് ഗുഡ് ബൈ പറഞ്ഞു. നാടോടി എന്ന ചിത്രത്തിലൂടെ എത്തിയ മോഹിനിയും വിവാഹമോചിതയാണ്. സീനത്ത് എന്ന നടി പഴയകാല നാടകാചാര്യൻ KT മുഹമ്മദിനെ ഒഴിവാക്കിയവരാണ്. ജ്യോതിർമായി നിശാന്ത് കുമാറിനെ വേണ്ടെന്ന് വെച്ചപ്പോൾ താരത്തെ അമൽ നീരദ് സ്വന്തമാക്കി. ഒരു സിനിമാ കുടുംബത്തിലെ 3 സഹോദരിമാരും വേർപിരിയുന്നത് നാം കണ്ടത് ഉർവശിയുടെ കുടുംബത്തിലാണ്. കലാരഞ്ജിനിയും കൽപ്പനയും ഉർവശിയും. ഉർവശി മനോജ് കെ ജയനെ വിട്ടപ്പോൾ അനിൽകുമാർ കൽപ്പനയെ ഒഴിവാക്കി. ശാന്തികൃഷ്ണ 2 തവണയാണ് വിവാഹമോചനത്തിലൂടെ 2 ഭർത്താക്കന്മാരെ പടിക്കു പുറത്താക്കിയത്. ശാന്തികൃഷ്ണ ആദ്യം ശ്രീനാഥിനെയും രണ്ടാമത് ബജോർ സദാശിവൻ എന്ന ബിസിനസ്സുകാരനെയും. രേവതി സുരേഷ് ചന്ദ്രൻ മോഹനെ ഒഴിവാക്കി. സിദ്ധാർത്ഥ് ഭരത് അഞ്ജന ബാസ് ദാമ്പത്യം വേർപിരിഞ്ഞപ്പോൾ സരിത മുകേഷ് ബന്ധവും തകർന്നു. എന്നാൽ നിയമപരമായി ഇരുവരും വേർപിരിഞ്ഞില്ലെങ്കിലും മുകേഷ് മേതിൽ ദേവികയെ വിവാഹം കഴിച്ചു. ഗൗതമിക്ക് 2 ഭർത്താക്കന്മാർ, 2 പേരെയും ഒഴിവാക്കി. ആദ്യ ഭർത്താവ് സന്ദീപ് ഭട്ട്, അതിലൊരു മകളുണ്ട്. ആ മകളുടെ ഭാവിക്കെന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഭർത്താവ് സകലകലാ വല്ലഭൻ കമലഹാസനെ ഒഴിവാക്കിയത് 13 വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിന് ശേഷമാണ്. ഭാനുപ്രിയ എന്ന മനോഹരമായി നൃത്തം ചെയ്യുന്ന കണ്ണുകളിൽ സൗന്ദര്യം തുളുമ്പുന്ന നടി ഒഴിവാക്കിയത് തന്റെ ഭർത്താവ് ആദർശിനെയാണ്. നീനാക്കുറുപ്പ് വിട്ടുകളഞ്ഞത് ഷിനിലിനെയാണെങ്കിൽ ലിസി 23 വർഷത്തെ ദാമ്പത്യം വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കിയത് പ്രിയദർശനെയാണ്. സുകന്യ ശ്രീധർ രാജഗോപാലിനെ വിട്ടപ്പോൾ സായ്കുമാർ പ്രസന്നകുമാരിയെ വേണ്ടെന്ന് വെച്ചു. എന്നാൽ കോടതിയിലാണ് കേസ് ഇപ്പോഴും. ഗണേഷ് കുമാർ യാമിനി തങ്കച്ചി വിവാഹം തകർത്തത് സരിത S. നായരാണ്. ഗണേഷ് മറ്റൊരു വിവാഹവും കഴിച്ചു. ദിവ്യ ഉണ്ണി സുധീർ ശേഖരമേനോനെയും അമേരിക്കയും ഒഴിവാക്കി നാടുപിടിച്ചു. മാധുവും പൊന്നു ഭർത്താവ് ഡോക്ടർ ജോർജിനെ സഹിക്കാൻ പറ്റാതെ. ശ്വേതാ മേനോന്റെ ആദ്യ വിവാഹം ബോബി ബോസ്ലെയായിരുന്നു. അത് ഒഴിവാക്കി രക്ഷപ്പെടുകയായിരുന്നു. രചന നാരായണൻകുട്ടി അരുണിനെ ഒഴിവാക്കിയപ്പോൾ ജഗതി മല്ലികയെ സുകുമാരന് കൊടുത്തു. ലക്ഷ്മി മോഹൻ ശർമ്മ ബന്ധം തകർന്നപ്പോൾ അമല പോൾ AL വിജയനെ ഒഴിവാക്കി. പ്രിയാരാമൻ രഞ്ജിത്തിനെയാണ് വേണ്ടെന്ന് വെച്ചത്. സീത 2 പേരെയാണ് ഒഴിവാക്കിയത്. ആദ്യം പാർത്ഥിബനെയും രണ്ടാമത് സതീഷിനെയും. സന്തോഷ് പണ്ഡിറ്റും ഭാര്യയെ ഒഴിവാക്കി. സുജയെയാണ് താരം വേണ്ടെന്ന് വെച്ചത്. ശ്രീവിദ്യ ജോർജിനെയും ജയഭാരതി സത്താറിനെയും കവിയൂർ പൊന്നമ്മ മണിസ്വാമിയെയും ഒഴിവാക്കി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഫെമിനിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിയും K. രമേഷ് കുമാർ എന്ന ഭർത്താവിനെ വിട്ട് പൊതുകാര്യങ്ങളുമായി ജീവിക്കുമ്പോൾ ലെന അഭിലാഷിനെയും ഷീല രവിചന്ദ്രനെയും വിട്ടുപിരിഞ്ഞു. ഗായിക ഗായത്രി അശോക് ഡോക്ടർ സായുജിനെ വേണ്ടെന്ന് വെച്ചപ്പോൾ ബാലയ്ക്ക് അമൃതയെയും വേണ്ടാതായി. മീര വാസുദേവ് ജോൺ കോക്കനെയാണ് ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് മടക്കിയത്. ഭൂമിക ഭരത് ഠാക്കൂറിനെയും പ്രതാപ് പോത്തൻ 2 ആളെ, സരിതയെയും അമലയെയും നിരുപാധികം വിട്ടയച്ചു. അംബിക ഷാബു ജോൺ ബന്ധം പിരിഞ്ഞപ്പോൾ ശങ്കർ രൂപരേഖ ബന്ധവും 2 വഴിക്കായി. നളിനി രാമരാജൻ തിക്കുറിശി സരോജിനിക്കും മീനാക്ഷിക്കും തന്റെ ജീവിതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയപ്പോൾ ഗായത്രി രഘുറാം ദീപക് ചന്ദ്രനെയും തിലകൻ ശാന്തയെയും നന്ദിത ദാസ് സൗമ്യ സെന്നിനെയും ഐശ്വര്യലക്ഷ്മി തൻവീറിനോടും ഗുഡ് ബൈ പറഞ്ഞു. അഞ്ജു അരവിന്ദ് ദേവദാസിനെയും ബേബി അഞ്ജു ടൈഗർ പ്രഭാകരനെയും വേർപെടുത്തി ജീവിക്കുന്നു. ബാബുരാജ് വാണി വിശ്വനാഥിനെ കെട്ടുന്നതിനു മുമ്പൊന്ന് കെട്ടിയിരുന്നു. അതൊഴിവാക്കി. ചാർമിള രാജേഷിനെയും സുരേഖ ഡോക്ടർ ശ്രീധരനെയും TS സുരേഷ് ബാബു ഉഷയെയും വേർപിരിഞ്ഞു. കൊളപ്പള്ളി ലീലയും തസ്നിഖാനും കനകലതയും ഭർത്താക്കന്മാർക്ക് വിട നൽകിയവരാണ്. സാന്ദ്ര തോമസ് വിൽസനെ വിട്ടപ്പോൾ
സീമാജി നായരും വിവാഹമോചിതയാണ്. നിഷയും ഭർത്താവെന്ന പേരിൽ ജീവിച്ച ആളെ വിട്ടതാണ്. ഇനിയും റൂമറുകളുണ്ട്. മീര ജാസ്മിനും മീരയും വേർപിരിയലിന്റെ വക്കിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് വാർത്തയുണ്ട്. ഇവരെങ്കിലും പിരിയാതിരിക്കട്ടെ. എല്ലാവർക്കും പറയാൻ പല കാരണങ്ങളാണ്. സ്വാതന്ത്ര്യം വേണം. എന്തിനും ഏതിനും കിട്ടിയ സ്വാതന്ത്ര്യമോ കൊടുത്ത സ്വാതന്ത്ര്യമോ അല്ല, പിന്നെയും സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം തേടി പോകുമ്പോൾ സംഭവിക്കുന്നതാണ് നാം ഇവിടെ കണ്ട എല്ലാ വേർപിരിയലുകളും. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.